പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഷോപ്പിലെ വേറൊരു ഡോഗ് ജൂലിയെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതാണ് ജൂലി. ഇത് 3-4 ദിവസം കൂടി തങ്കി ഇന്ന് ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. രാവിലെ തൊട്ട് ഒരു ഭയങ്കര മൂകതയിലൊക്കെ ഇരിക്കുക. ഭയങ്കര സൈലന്റ് ആള്. എന്തോന്ന് അറിയത്തില്ല, ആലോചനയില്ല, എന്തോ അന്താരാഷ്ട്ര കാര്യം ആലോചിക്കുക. ജൂലി ഞങ്ങളുടെ ഇവിടെ ഷോപ്പിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു 3-4 കൊല്ലം മുമ്പാണ് ഇവിടെ വരുന്നത്. രാവിലെ ഒരു ദിവസം അണ്ണൻ ഷോപ്പ് തുറക്കാൻ വന്നപ്പം ഇവിടെ വേസ്റ്റ് ടയർ വെച്ചിരിക്കുന്നതിൻ്റെ അകത്തൊരു പട്ടിക്കുട്ടി കിടക്കുന്നുണ്ട്. ഒരു 2 മാസം പ്രായം തോന്നുമായിരുന്നു ആ പട്ടിക്കുട്ടിക്ക്. അങ്ങനെയാണ് ജൂലി ഇവിടെ എത്തുന്നത്. അതിന് അണ്ണൻ ഇവിടെയുള്ള ആമ്പിള്ളേരുടെ അടുത്ത് തിരക്കി, ഇത് ആരെങ്കിലും കൊണ്ടുവന്ന് ഇട്ടതാണോ എന്തോ. അന്നേരം അവർക്ക് എവിടെന്നോ കിട്ടിയതാണ്, റോഡിൽ നിന്ന് എവിടെന്നോ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് എവിടെന്നോ കിട്ടിയപ്പോൾ ഇവിടെ കടയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പോയതാണ് ഇവളെ. അങ്ങനെ ഇവള് പിന്നെ ഇവിടെ അങ്ങ് ആയി. പിന്നെ ഒരു 5-6 മാസം പ്രായമായപ്പം ഈ പഞ്ചായത്തിൽ നിന്ന് വന്ധീകരിക്കാൻ വണ്ടികൾ വന്നപ്പോൾ ഇവളെ അതിനകത്ത് കയറ്റി വിട്ട് അങ്ങനെ കുഞ്ഞിലെ ഇവളെ വന്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്ക് ജൂലിയെ മറ്റ് ഡോഗ്സിനേക്കാളും ജൂലിയോടാണ് എല്ലാവർക്കും കാര്യം. എല്ലാവരുടെ അടുത്തും അവൾ വേണമെങ്കിൽ നിൽക്കുകയും ചെയ്യും. തങ്കീനെ ഒന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. ഏരിയയിലുള്ള എല്ലാവർക്കും ഒന്നും തങ്കീനെ ഒന്നും ഇഷ്ടമല്ല. ചിലർക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളത്. ഇവിടെ കുറേ പേര് കല്ലെറിയാറും ഉണ്ട്. ഇവിടെ നമ്മൾ കാണുമ്പോൾ വഴക്കിന് നമ്മൾ പറയും, അങ്ങനെ ചെയ്യരുത്, കല്ലെറിയരുത് എന്ന് പറയും. പക്ഷേ ജൂലിയെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഏരിയയിലുള്ള എല്ലാവർക്കും. ഒരുപാട് പേര് അവൾക്ക് ബിസ്ക്കറ്റും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഫുഡിന് ഒരു വലിയ ക്ഷാമമൊന്നുമില്ല. 3 നേരം അല്ല, അവൾക്ക് എനിക്ക് തോന്നുന്നൊരു 4-5 നേരം ഭക്ഷണം കിട്ടാറുണ്ടെന്ന് തോന്നുന്നു പലയിടത്തുനിന്നായിട്ട്. അതുകൊണ്ട് അവളിങ്ങനെ വണ്ണിച്ച് ചെയ്യും. നല്ല വണ്ണം. ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ വണ്ണമുള്ളത് ഇവക്കാണ്. എണീറ്റിരുന്ന ജൂലി ഇങ്ങോട്ട് നോക്ക്. ഇവളെ പ്രത്യേകത എന്താണെന്നറിയാം, നമ്മളിപ്പോൾ വൈകുന്നേരം ഒരു 3 മണി സമയത്ത് ചായ കുടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അതിനോട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേടിക്കും. അപ്പം അത് മേടിച്ച് കഴിയുമ്പോൾ ഇവളിത് എങ്ങനെ മണത്തറിയുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ഡോർ അടച്ചിട്ട് അകത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴിവള് വന്ന് ഇവിടെ വാതിലിൽ വന്ന് നിൽക്കും. ഈ സ്മെല്ലടിക്കുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും വന്നോളൂ. അന്നേരം ആ സമയമാകുമ്പോഴത്തേക്ക് അവള് അവിടെ വന്ന് നിൽക്കും. പിന്നെ അവൾക്കും കൂടെ അതിൻ്റെ പങ്ക് കൊടുക്കും. വേറെ ഒരു ഡോഗ്സും അങ്ങനെ വരാറില്ല കേട്ടോ. ഇവള് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആ ചായയുടെ കൂടുള്ള കടി നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഓടി വരുന്നത്. തങ്കി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ? ജൂലിയുടെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാല് ഇതിലെ ഈ റോഡിൽ കൂടെ ഡോഗ്സ് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഏതെങ്കിലുമൊക്കെ ഡോഗ് പോവാന്നുണ്ടെങ്കിൽ ഇവളത് കണ്ട ആദ്യം ഇവള് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് കുരയ്ക്കുമ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള ഡോഗ്സ് എല്ലാവരും കൂടെ ഓടി റോഡ് ക്രോസ് ചെയ്തൊക്കെ അപ്പുറം പോകും. ഇവള് പോകത്തില്ല. ഇവളിതാ റോഡിന്റെ ഈ സൈഡിരിക്കും. അതായത് പ്രശ്നം ഉണ്ടാക്കി വിടുന്നത് ഇവള്. എന്നിട്ട് മറ്റുള്ളവർ പോയി അവരോട് പോയി കടികൂടി ബഹളം വെച്ചിട്ട് വരും. ഇവളിവിടെ റെസ്റ്റ് എടുക്കും. അതാണ് ഇവളുടെ ഹോബി. ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വഴക്കുണ്ടാക്കലാണ് ജൂലിയുടെ ഹോബി. ഇല്ലേടി ജൂലി? വണ്ണം വെച്ച് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയി കാണും. എല്ലാവരും തരുന്ന ബിസ്ക്കറ്റും ചോറും എല്ലാം വാരി തിന്നോണം കേട്ടാ. തടി വെച്ച് നീ ഇതെങ്ങോട്ടാ പോണേ? ജൂലി ഇപ്പൊ ഫുഡ് കഴിക്കുക. തങ്കിക്ക് കൊടുത്തില്ലേ? ജൂലി ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് പോകാം. ഫുഡ് വെച്ച് കൊടുത്ത് ഇറച്ചിയാണ് ആദ്യം എടുത്ത് വെച്ചും കഴിക്കും. ജൂലി ഒന്ന് നൂന്ന് നോക്ക്. ചോറ് തിന്നുമ്പോൾ നൂന്നൊക്കെ നോക്കാം. പിന്നെ ജൂലി നല്ല ശാന്ത സ്വഭാവമൊക്കെയാണ് കേട്ടോ. അവള് എല്ലാവരുമായിട്ട് അങ്ങ് ഇണങ്ങും. വാലാട്ടി അങ്ങ് ചെല്ലും. ഇപ്പോൾ ഇടയ്ക്കാണെങ്കിൽ ഒരാളിവിടെ ഒരു മദ്യപിച്ച ഒരാള് റോഡിന്റെ സൈഡിൽ വന്നത് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണാം ഇവള് പോയി അയാൾക്ക് കൂട്ടിരിക്കുന്നു. അപ്പോൾ ഇവളടുത്ത് ഇവൾക്ക് ഭക്ഷണം എന്തോ കൊടുക്കുന്ന ആളായിരുന്നു അത്. അപ്പോൾ അവളാണ് അവിടെ പോയി കൂട്ടിരിക്കുന്നുണ്ട്. ജൂലിയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. ജൂലി ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.